Hello my dear students, welcome to Professor PC Thomas classes and Chaitanya classes. KEAM PYQ 2025 ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മാത്തമാറ്റിക്സിൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വെക്റ്ററിൽ നിന്ന് ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻ മുകളിൽ 22-23 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ എക്സാമിലും ഒരു 4 ക്വസ്റ്റ്യൻ വീതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നേക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് 2026 കീം അറ്റൻഡ് ചെയ്യുന്ന ഏപ്രിൽ മാസത്തിൽ കീം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് മാർച്ച് 13 CBSE സ്റ്റുഡൻസിനും മാർച്ച് 18 സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിനും ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഈ QR കോഡ് സ്കാൻ ചെയ്യാം. അതല്ലെങ്കിൽ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടും. ഓരോ ദിവസവും പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ എല്ലാ ദിവസവും മോക്ക് എക്സാം ഉണ്ടായിരിക്കും. തിയറി ബ്രീഫ് ചെയ്ത് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ 11th 12th സ്കൂളിലെ എക്സാമിന് വേണ്ടിയിട്ടും ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടെല്ലാം NCERT കംപ്ലീറ്റ് NCERT കൺസെപ്റ്റുകൾ, തിയറി, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ NCERT എക്സസൈസിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്ററായിട്ട് 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബ് ചാനലിൽ എല്ലാ സബ്ജക്റ്റും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക്സ് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാം. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. വെക്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A+B തന്നിട്ടുണ്ട്, A-B തന്നിട്ടുണ്ട്. A+B ഈസ് പെർപെൻഡിക്കുലർ ടു A-B. രണ്ട് വെക്റ്റർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് കണ്ട് A1 A2 2 ലാംഡ, B1 B2 പ്ലസ് 8 × 16 C1 C2 മൈനസ് 18 ലാംഡ സീക്വൽ ടു 0 അല്ലേ. ദെൻ 2 ലാംഡ മൈനസ് 18 ലാംഡ എന്ന് പറഞ്ഞാൽ മൈനസ് 16 ലാംഡ വരും, സീക്വൽ ടു 8 × 16. 8 എന്ന് പറഞ്ഞാൽ 8 × 16 മൈനസ് 8 × 16 വരും. 16 കട്ട് ലാംഡ സീക്വൽ ടു 8 എന്ന് കിട്ടുന്നു. ലാംഡ 8. ദെൻ മോഡ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. മോഡ് എ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ രണ്ട് വെക്ടറുകൾ ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് A+B യും A-B ആണ്. ഈ രണ്ട് വെക്ടറുകൾ ആഡ് ചെയ്യുന്നു. ഇത് രണ്ടോടെ ആഡ് ചെയ്താൽ വി ഗെറ്റ് 2 × വെക്ടർ A is equal to ലാംഡ I + 2i. ലാംഡ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 10i എന്ന് കിട്ടും. 8 + 2. ദെൻ 16 + 8 അപ്പോൾ 24j കിട്ടും. മൈനസ് 18 പ്ലസ് ലാംഡ മൈനസ് 18 + 8 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 10k. ഹിയർ വി ഗെറ്റ് വെക്ടർ A is equal to 5i cap plus 12j cap minus 5k cap. നമുക്ക് മോഡ് വെക്ടർ A ആണ് വേണ്ടത്. റൂട്ട് ഓഫ് 25 മോഡുലസ് എന്ന് പറയുമ്പോൾ √A² + B² + C² പ്ലസ് 144 + 25. അപ്പോൾ 144 + 50 194 ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. ഓക്കെ, 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0. നെക്സ്റ്റ് മോഡ് വെക്ടർ A12 തന്നിട്ടുണ്ട്. പ്രൊജക്ഷൻ ഓഫ് A on B. പ്രൊജക്ഷൻ ഓഫ് A on Bയുടെ ഫോർമുല A.B by mod B. A.B by mod B is 6√3 എന്ന് തന്നിട്ടുണ്ട്. A.B. Then A.Bയുടെ ഫോർമുല എന്താണ്? A.B എന്ന് വെച്ചാൽ mod A mod B cos θ by mod B equal to 6√3 എന്ന് കിട്ടും. mod B ക്യാൻസൽഡ്. mod A തന്നിട്ടുണ്ട് 12. അത് താഴേക്ക് കൊണ്ടുപോയാൽ കോസ് തീറ്റ സീക്വൽ ടു 6√3 by 12 എന്ന് കിട്ടും. ദാറ്റ് ഈസ് √3 by 2 എന്ന് കിട്ടും. തീറ്റയാണോ ചോദിച്ചിരിക്കുന്നത്?
യെസ്, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി തീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. കോസ് തീറ്റ √3/2 ആണെങ്കിൽ തീറ്റ 30 ആയിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി തീറ്റ 30 √3/2 സെക്കൻഡ് ഓപ്ഷൻ. എ തന്നിട്ടുണ്ട്. ബി ഈസ് പാരലൽ ടു എ. ടു വെക്ടേഴ്സ് ആർ പാരലൽ, ദെൻ വി റൈറ്റ് വൺ ഈസ് എ scalar multiple of other. B is parallel to A. Its dot product is 49/2. dot product എടുക്കാം. A ഇതാണ്, P എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ കിട്ടും. ലാംഡ 6 ലാംഡ I ക്യാപ് പ്ലസ് 2 ലാംഡ J ക്യാപ് പ്ലസ് 3 ലാംഡ K ക്യാപ്. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കും. A ഡോട്ട് ബി. അപ്പോൾ A ഡോട്ട് ബി എടുക്കുമ്പോൾ എന്ത് കിട്ടും? 36 ലാംഡ. This 4 lambda, this 9 lambda is equal to 49/2. അപ്പോൾ 49 lambda is equal to 49/2 എന്നും ലാംഡ ഈക്വൽ ടു 1/2 എന്നും കിട്ടും. ലാംഡ ഈക്വൽ ടു 1/2. മോഡ് ബി കാണണം. വാട്ട് ഈസ് മോഡ് ബി? മോഡ് ബി എന്ന് പറയുമ്പോൾ ലാംഡ ഇൻറ്റു റൂട്ട് ഓഫ്, ആ ലാംഡ ഔട്ട് സൈഡ് എടുത്തുന്നേ ഉള്ളൂ, 36 പ്ലസ് 4 പ്ലസ് 9 ദാറ്റ് ഈസ് 1/2 ഇൻറ്റു റൂട്ട് 49 വരും. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 7 അല്ലേ? റൂട്ട് 49 ദാറ്റ് ഈസ് 7. 1/2 ഇൻറ്റു 7, ഫിഫ്ത്ത് ഓപ്ഷൻ 7/2. Next question. Mod A plus B, A plus B, A and B are unit vectors. Yes. Mod A plus B തന്നിട്ടുണ്ട്. Mod A minus B ഹോൾ സ്ക്വയർ ഇത് കണ്ടുപിടിക്കണം. ഒരു കാര്യം ചെയ്താലോ നമുക്ക്? നിങ്ങൾക്കറിയാം A plus B ഹോൾ സ്ക്വയർ മൈനസ് A minus B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4A ഡോട്ട് ബി കിട്ടും. ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി. മോഡ് A സ്ക്വയർ പ്ലസ് മോഡ് B സ്ക്വയർ പ്ലസ് 2A ഡോട്ട് ബി മൈനസ് mod A square plus mod B square minus 2A dot B. mod A square cut. mod B square cut. 2A dot B minus 2A dot B, it is plus 2A dot B, that is 4A dot B. അത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, mod A plus B whole square minus mod A minus B whole square is equal to 4A dot B. അത് ഇവിടുന്ന് നമുക്ക് കിട്ടും. Squaring both sides, we get mod A square plus mod B square plus 2A dot B is equal to 14/4. Squaring both sides. Mod A square mod B square 1 ആണ്, യൂണിറ്റ് വെക്റ്റർ ആണ്. സോ 2 plus 2A dot B is equal to 14/4. ഓക്കെ, 2 കംപ്ലീറ്റ് കട്ട് ചെയ്താൽ 1 വരും. അപ്പോൾ A dot B is equal to 7/4 minus 1. അല്ല, 2A ഡോട്ട് ബി കിട്ടിക്കോട്ടെ അല്ലേ? യെസ്, നമുക്ക് 2A ഡോട്ട് ബി അല്ലേ ആവശ്യം. 2A ഡോട്ട് ബി ഈക്വൽ ടു 14/4 മൈനസ് 2. ദാറ്റ് ഈസ് 14 മൈനസ് 8, 7 അല്ല 6 മതി കേട്ടോ. 6/4 ദാറ്റ് ഈസ് 3 അല്ലെങ്കിൽ 6/4 കിടന്നോട്ടെ, അല്ലെങ്കിൽ 3/2. 2A dot B is equal to 3/2. 2A dot B is equal to 3/2. So 2 into 3/2. So answer 3. First option. അല്ലേ? 4A dot B 2 into 2A dot B എന്ന് എഴുതി. Answer is first option. Second questionലേക്ക് വന്നാൽ A, B, C, D be a rectangle. A, B, C, D be a rectangle. A, B, C, D be a rectangle. വെക്റ്റർ എ ബി തന്നിട്ടുണ്ട്, വെക്റ്റർ എ ഡി തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ബി ഡി കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് ബി ഡി കണ്ടുപിടിക്കണം. ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാലോ. അപ്പോൾ എ ബി പ്ലസ് ബി ഡി ഈക്വൽ ടു എ ഡി. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അങ്ങോട്ട് പോയി ഇവിടെ എത്തി. ഇവർ നേരെ ഓപ്പോസിറ്റും വരുന്നു. സോ ബി ഡി കണ്ടുപിടിക്കാം. എ ഡി മൈനസ് എ ബി വിച്ച് ഈസ് ഈക്വൽ ടു എ ഡി മൈനസ് എ ബി 3i മൈനസ് 5i മൈനസ് 2i ക്യാപ്.
2j മൈനസ് 4j മൈനസ് 2j ക്യാപ് മൈനസ് കെ മൈനസ് 3k പ്ലസ് 2k ക്യാപ്. ഇറ്റ്സ് മോഡുലസ്. മോഡുലസ് ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ മോഡുലസ് കാണണം. ലെങ്ത് ഓഫ് മോഡ് ബി ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 4 ദാറ്റ് ഈസ് 2 റൂട്ട് 3 അല്ലേ? 2 റൂട്ട് 3 ഇൻറ്റു 4 വരും. ദാറ്റ് ഈസ് 2 റൂട്ട് 3, ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ്, എ തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ സി. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ സിയുടെ ഫോർമുല എ ഡോട്ട് സി ബൈ മോഡ് സി എത്രയാണ്? 2. എ ഡോട്ട് സി ബൈ മോഡ് സി 2 ആണ്. എ ഡോട്ട് സി കാണാം. ആൽഫ ഇൻറ്റു 1 ആൽഫ, മൈനസ് 3 ഇൻറ്റു മൈനസ് 2 പ്ലസ് 6, മൈനസ് 2 ഇൻറ്റു പ്ലസ് 2 മൈനസ് 4 ബൈ മോഡ് സി ഓഫ് 1 പ്ലസ് 4 പ്ലസ് 4 which is equal to 2. Then alpha plus 2 is equal to what? This become root 9, 3 which is equal to 6. So alpha is equal to what? Alpha is equal to 4. Second option is correct. Alpha equal to 4. Second option is correct. Next question. Mod A, mod B, mod A minus B is given. Angle between A and B. Just squaring this. Squaring both sides. Mod A square plus mod B square minus 2A dot B is equal to 49. Mod A square, that is 64. Mod B square, that is 25, minus 2A dot B equal to 2 into mod A 8, mod B 5 into cos theta is equal to 49. Mod A, mod B, cos theta is equal to 49. Then simplify this. 64 plus 25, 9, 8 minus 49 is equal to 2 into 40 cos theta, that is 80 cos theta. Simplify this. 89 minus 49, that is 40. 40 cut. Cos theta equal to what? Cos theta equal to 1 by 2. Cos theta equal to 1 by 2 means theta equal to pi by 3. Theta equal to pi by 3. Cos 60 ആണ് 1 by 2. So fifth option is correct. Next question. Mod A, mod B given, then the value of dot product A plus B dot A minus B is equal to mod A square minus mod B square. നമ്മുടെ A plus B into A minus B യുടെ ഫോർമുല. അപ്പോൾ 4 into mod A square minus 3 into mod B square. Mod A square is what? That is 9. 4 into 9 minus, sorry, here it is 9. 9 into 4. Answer becomes 0. Fifth option is correct. Next question. A, B, C are any three vectors M, N and scalar. Which one of the following is not true? This is associative property which is true. M into A plus scalar multiplication which is true. M plus N into A is properties of scalar multiplication which is true. This one is false because M into A dot B is equal to not MA dot MB. You write either MA dot B or A dot MB. ഇത് രണ്ടിലും ഏതായാലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ M into M സ്ക്വയർ വരും. M സ്ക്വയർ എന്ന് വരും. അതുകൊണ്ട് അത് പറ്റില്ല. സോ ഐദർ ഓപ്ഷൻ ഫോർത്ത് ഇത് ശരിയാണ്. ഫിഫ്ത്ത് ശരിയാണ്. ഫോർത്ത് ഓപ്ഷൻ ഇസ് റോങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Another simple question. 9 into A dot B. A dot B is 12. So 9 into 12. The question. 9 into 12. 12 into 9. 108. 12 into 9. 108. Next question. A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. A plus B dot A minus B. നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. മോഡ് എ സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ ചെയ്താലും മതി, അല്ലെങ്കിൽ ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം. മോഡ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ
9 റൂട്ട് പിന്നെ വേണ്ടല്ലോ, 9 പ്ലസ് 4 പ്ലസ് 4 ദാറ്റ് ഈസ് 17 മൈനസ് മോഡ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 4 പ്ലസ് 4 ദാറ്റ് ഈസ് 9. 17 minus 9 that is 8. Third option is correct. Mod a plus b dot a minus b equal to mod a square minus mod b square. ഇനി അതല്ല ഇത് രണ്ട് ആഡ് ചെയ്ത് ഡോട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സെയിം ആൻസറിലേക്ക് എത്തും. എ ബി സി ഡി ആർ ബി നോൺ സീറോ വെക്ടേഴ്സ് എ ക്രോസ് ബി ഈക്വൽ ടു സി ക്രോസ് ഡി, എ ക്രോസ് സി ഈക്വൽ ടു ബി ക്രോസ് ഡി, ദെൻ പാരലൽ ടു മീൻസ് വൺ ഈസ് എ സ്കെയിലർ മൾട്ടിപ്പിൾ ഓഫ് അതർ, ആ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ എത്തണം. അതല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഈക്വൽ ടു 0, ഇതൊക്കെ പാരലൽ ടു എന്നുള്ള ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ദിസ് ഈസ് ഇക്വേഷൻ 1, ദിസ് ഈസ് ഇക്വേഷൻ 2. ഇതിനകത്ത് ഈ മൈനസൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് 1 മൈനസ് 2 ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സബ്ട്രാക്ട് ചെയ്താൽ എ ക്രോസ് ബി മൈനസ് എ ക്രോസ് സി, റൈറ്റ് സൈഡ് സബ്ട്രാക്ട് ചെയ്താൽ സി ക്രോസ് ഡി മൈനസ് ബി ക്രോസ് ഡി. എ ക്രോസ് പുറത്തേക്ക് എടുത്താൽ ബി മൈനസ് സി കിട്ടും, ഡി പുറത്തേക്ക് എടുത്താൽ സി മൈനസ് ബി ക്രോസ്. പ്രോപ്പർട്ടിയാണ് കേട്ടോ അത്, ക്രോസ് പ്രോഡക്റ്റിൻ്റെ. എല്ലാ ടേമും ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ എ ക്രോസ് ബി മൈനസ് സി, ഇത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് ബി മൈനസ് സി എന്നിടുന്നു, ക്രോസ് ഡി സീക്വൽ ടു 0. സി മൈനസ് ബി എന്നുള്ളത് ബി മൈനസ് സി എന്നാക്കും. ബി മൈനസ് സി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബി മൈനസ് സി ക്രോസ് എ മൈനസ് ഡി ഈക്വൽ ടു 0 വരും. അതായത് ഇവിടുന്ന് ബി മൈനസ് സി, ഇത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് സി മൈനസ് ബി വരും, അത് ബി മൈനസ് സി എന്നാക്കി മൈനസ് അകത്തേക്ക് കൊടുത്തിട്ട്. ദെൻ ഇത് ലെഫ്റ്റിലേക്ക് വരുന്നു. ഇവിടെ വേറൊരു ഐഡിയ ആണ് കേട്ടോ ചെയ്യുന്നത്. കുഴപ്പമില്ല. ഇത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ക്രോസ് ഡിയിൽ പ്രശ്നമില്ല. സി മൈനസ് ബി വരുന്നു, സി മൈനസ് ബി വരുന്നു. സി മൈനസ് ബി എന്നുള്ളത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ബി മൈനസ് സിയാണ് കിടക്കുന്നത്. അപ്പം ബി മൈനസ് സിയുടെ ടൈമിൽ എഴുതിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അങ്ങനെ തന്നെ ചെയ്താലും മതി, പ്രശ്നമില്ല. ഞാൻ ഒരു അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നത് എ ക്രോസ് ബി മൈനസ് സി, ഇത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് സി മൈനസ് ബി ക്രോസ് ഡി എന്ന് വന്നു. ഇനി അതിനകത്തല്ല ഈ ബി മൈനസ് സി കിടക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് ബി മൈനസ് സി എന്നാക്കി കഴിഞ്ഞാൽ എ മൈനസ് ഡി, എ ക്രോസ് ബി മൈനസ് സി മൈനസ് ഡി ക്രോസ് ബി മൈനസ് സി ഈക്വൽ ടു 0. ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, മൈനസ് ഇതിനകത്ത് നിന്ന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ആവും, പക്ഷേ ഈ ക്രോസ് പ്രോഡക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അപ്പോൾ അതുകൊണ്ട് വീണ്ടും മൈനസ് ആവും. റിപ്പീറ്റ്, മൈനസ് ഇവിടെ നിന്ന് വേണമെങ്കിൽ പുറത്തേക്ക് എടുത്താൽ ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ബി മൈനസ് സി എന്ന് വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് പ്ലസ് അല്ലേ വരേണ്ടത്? അല്ല, ഞാൻ ഇത് രണ്ടും അപ്പുറത്തേക്ക് ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ. ഇനി ഞാൻ ബി മൈനസ് സി, കണ്ടോ, ഈ ബി മൈനസ് സി ക്രോസ് സി എടുക്കുന്നു, ബി മൈനസ് സി ക്രോസ് എ മൈനസ് ബി ഈക്വൽ ടു 0. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് 0. എ ക്രോസ് ബി ഈക്വൽ ടു 0, എ ആൻഡ് ബി ആർ പാരലൽ. എ ഡോട്ട് ബി ഈക്വൽ ടു 0, എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ. നെക്സ്റ്റ്, vector OA, vector OB, vector OC be the position vectors of vector A, B, C. Then ഓപ്ഷനിൽ ചെക്ക് ചെയ്യുക. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. വെക്ടർ എ ബി എന്ത് കിട്ടും? ബി മൈനസ് എ വരും അല്ലേ? ഒ ബി മൈനസ് ഒ എ, ദാറ്റ് ഈസ് 3 മൈനസ് 2 ഐ ക്യാപ്, ജെ മൈനസ് 2 ജെ ക്യാപ്, മൈനസ് 2 മൈനസ് 7 കെ ക്യാപ്. ഇനി വെക്ടർ എ സി എടുത്തു, സി മൈനസ് എ വരും, 6 മൈനസ് 2 4 ഐ ക്യാപ്, മൈനസ് 5 മൈനസ് 3 മൈനസ് 8 ജെ ക്യാപ്, 7 മൈനസ് 5 പ്ലസ്
2k ക്യാപ്. വെക്റ്റർ BC 6 - 3 3i ക്യാപ്. -5 + j -6j ക്യാപ്. 7 - 2 + 9k ക്യാപ്. 9k ക്യാപ്. ശരിയല്ലേ? ഇനി ഏത് ഓപ്ഷൻ വരുമെന്ന് നോക്കുക. എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? AB എന്ന് പറഞ്ഞാൽ AC, വെക്ടറിനകത്ത് എവിടെയോ പ്രശ്നമുണ്ടോ? AC എന്ന് പറഞ്ഞാൽ C - A, 6 - 2 ഓക്കെ, -5 - 3 -8 ഓക്കെ, 7 - 5 ദാറ്റ് ഈസ് 2 ഓക്കെ. BC എന്ന് പറഞ്ഞാൽ C - B വരും. C - B എന്ന് പറഞ്ഞാൽ 3 -5 -1 -6 7 -1 -2. സംഗതി നമ്മൾ എഴുതിയിരിക്കുന്നത് ഓക്കെയാണ്. AB എന്ന് പറഞ്ഞാൽ B - A 3 - 2 1, J - 2 - J -3 -2 -2 -5 -7. ഇതിപ്പോൾ ഓപ്ഷൻ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കാം. AC = 3AB. AC എന്ന് പറഞ്ഞാൽ 3AB ആണ്, ശരിയല്ല. AB = 3BC. AB എന്ന് പറഞ്ഞാൽ 3BC. ഈ ഒരു ടേമ പ്രശ്നം തന്നെ കേട്ടോ. ഇത് അല്ല, അത് മാത്രമല്ല, ഇവിടെ പ്ലസ് ഇതും വരുന്നുണ്ട്. അല്ലേ ബാക്കി രണ്ട് ടൈം ഒക്കെ ആയിരുന്നു. അടുത്തത് AC = 2AB. AC = 2AB പറ്റില്ല. അടുത്തത് AB = 3BC. AB = 3BC അവിടെയും പറ്റില്ല. AC = 4AB. AC = 4AB. 4 കണ്ട, ഈ ഒരു ടൈമിലാണ് പ്രശ്നം വരുന്നത്. അവിടെ ഒരു ചെറിയ ഏതൊരു വെക്ടറിനകത്ത് പ്രശ്നം വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനകത്ത് ക്വസ്റ്റ്യനിലുള്ള ഇഷ്യൂ ആണോ എന്നുള്ളത്. 2i + 3j. ഇവിടെ തെറ്റി, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ -5k ആണ്. അപ്പോൾ ആ കെയുടെ ടേമുകൾ മൊത്തത്തിൽ പ്രശ്നം വന്നു നമുക്ക്. അവിടെ ആ പ്രിന്റിങ്ങിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്കാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട്. ഇത് ജെ വന്നു, കെയുടെ ഇത് -5k കേട്ടോ. അപ്പം -2 -5k എന്ന് പറയുമ്പോൾ +3k വരും. പിന്നെ AC-ക്കും പ്രശ്നം വരും അല്ലേ? AC-ക്കും പ്രശ്നം വരും. 7 - -5 എന്ന് പറയുമ്പോൾ 12k വരും. 12k വരും. ഇപ്പം ശരിയാവും നോക്കി ഏതെങ്കിലും ഓപ്ഷൻ. 4 2s. ഇപ്പം ഈ ഓപ്ഷൻ ശരിയാവില്ലേ? 5th ഓപ്ഷൻ അല്ലേ? നോക്കൂ, AC-നെ 4 കൊണ്ട് അല്ല, AB-യെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ AC കിട്ടും. ആ മൈനസ് മാറിക്കിടന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. AB തന്നിട്ടുണ്ട്, AC തന്നിട്ടുണ്ട്. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ. സൈൻ തീറ്റ കണ്ടുപിടിക്കണം. സൈൻ തീറ്റയുടെ ഫോർമുല എന്തായിരിക്കും? AB ക്രോസ് AC ബൈ മോഡ് AB ഇൻറ്റു മോഡ് AC അല്ലേ? A ക്രോസ് B ബൈ മോഡ് A. അപ്പോൾ AB ക്രോസ് AC കാണും. ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ കാണും? I J K 2 10 11 -1 2 2. Then which is equal to the modulus എടുക്കും. Which is equal to I into 20 - 22 - 2i cap j into -j into 4 + 22 4 + 11 മതി. 4 + 11 14 വരും. 14 -14j cap k into 4 + 10 വീണ്ടും 14 വരും k cap. അപ്പം അതിൻ്റെ മോഡുലസ് എടുത്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 4 + 196 + 196 വലിയ നമ്പറാലോ വരുന്നത്. അതിൻ്റെ റൂട്ട് വരും കേട്ടോ. സെക്കിസ് റൂട്ട് ബൈ മോഡ് AB റൂട്ട്
4 plus 100 plus 121 into root of 1 plus 4 plus 4. സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇതെന്ത് കിട്ടും? ഇത് 225 കിട്ടും. അപ്പോൾ 15 വരും ഇൻറ്റു 9 വരും. ഇപ്പം ന്യൂമറേറ്ററും കട്ടായി പോകുമെന്ന് നോക്കാം. ന്യൂമറേറ്റർ 196 പ്ലസ് 196, ഇത് 200 വരും. 200 പ്ലസ് 196 396 ആയാലോ? അല്ല, 496 ആയാലോ? 200 400 396 കൊടുക്കാം. 396 കൊടുത്താൽ ശരിയാവില്ല എന്ന് തോന്നുന്നു. ഓപ്ഷൻ ഒന്നും വരുന്നില്ല. ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ. വെക്ടർ എ ബി 2 10 11 എ സി -1 2 2. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് 20 -22 -2 j into 4 plus 11 14 4 plus ഇവിടത്തേക്ക് 4 plus 11 14 അല്ല, മണ്ടത്തരം. 15 എടുക്കുമ്പോൾ ഇവിടെ മാറിയില്ലേ? ഇവിടെ എത്രയായി? അവിടെ 225 ആയി. ഇനി നോക്കാം. അപ്പോൾ ഇത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 196 200 425 ആയാലോ? കുഴപ്പമില്ല. 425നെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയാൽ 5 കൊണ്ട് 8 5 വീണ്ടും 5 കൊണ്ട് 17 25 ഇൻറ്റു 17 വരുമ്പോൾ റൂട്ട് എടുക്കുമ്പോൾ 5√17/3 √93. അപ്പോൾ 15 ഇൻറ്റു 3 ഇതും കട്ട് ചെയ്ത് പോയി 3 വരും. √17/9 വരും. ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ. സോറി കേട്ടോ, എൻ്റെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വന്നു. എക്സാമിനായിരുന്നെങ്കിൽ നെഗറ്റീവ് കിട്ടില്ല, കാരണം എനിക്ക് കിട്ടിയ ആൻസർ ഒന്നും ഓപ്ഷനിലില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ ക്രോസ് ദിസ് ഈക്വൽ ടു ദിസ് ബി ക്രോസ്. എ പ്ലസ് ബി തന്നിട്ടുണ്ട്. എ പ്ലസ് ബി വെക്ടർ കണ്ടുപിടിക്കണം. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് എ ക്രോസ് 2i പ്ലസ് 3j പ്ലസ് 4k ഈ ക്വാണ്ടിറ്റി ലെഫ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ അത് പ്ലസ് എഴുതുക കേട്ടോ. പ്ലസ് ബി ക്രോസ് അല്ല, പ്ലസ് ബി ക്രോസ് 2i പ്ലസ് 3j പ്ലസ് 4k ഈക്വൽ ടു 0 എന്ന് എഴുതി. ഓക്കെ, ഇത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ശരിക്കും ഇവിടെ മൈനസാണ് വരേണ്ടത്. പക്ഷെ ഞാൻ മൈനസ് വരുന്നതിന് പകരം ഇത് അപ്പുറത്തേക്കും ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ മൈനസ് വന്ന് പ്ലസ് ആയിപ്പോയി. ദെൻ എ പ്ലസ് ബി ക്രോസ് 2i പ്ലസ് 3j പ്ലസ് 4k 0 എന്ന് കിട്ടി. ക്രോസ് പ്രോഡക്റ്റ് 0 കിട്ടി. ക്രോസ് പ്രോഡക്റ്റ് 0 കിട്ടിക്കഴിഞ്ഞാൽ എ പ്ലസ് ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2i പ്ലസ് 3j പ്ലസ് 4k എന്ന് എഴുതാം. അതായത് ക്രോസ് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ പാരലൽ ആയിരിക്കും. പാരലൽ ആണെങ്കിൽ ഒന്ന് മറ്റതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ എന്ന് എഴുതാം. ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നു. ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുമ്പോൾ മോഡ് ലാംഡ ഇൻറ്റു റൂട്ട് ഓഫ് 4 പ്ലസ് 9 പ്ലസ് 16 വിച്ച് ഇസ് ഈക്വൽ ടു √29. This become √29, that is cancel. Mod lambda equal to 1. Lambda equal to plus or minus 1. അപ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് 1 കൊടുത്താൽ ഓപ്ഷൻ കിട്ടും 2i പ്ലസ് 3j പ്ലസ് 4k. തേർഡ് ഓപ്ഷൻ കറക്റ്റ്. ഓക്കെ, തേർഡ് ഓപ്ഷൻ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എ ബി സി 3 തന്നിട്ടുണ്ട്. എ ക്രോസ് ബി ഡോട്ട് സി എന്ന് പറഞ്ഞ് ബോക്സ് പ്രോഡക്റ്റ് എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് അല്ല, അത് നിങ്ങൾ NCERT പഠിച്ചിട്ടില്ല അല്ലേ? അത് വെച്ച് വേണമെങ്കിൽ ചെയ്യാൻ. വെറുതെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ വേറൊരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതേ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എനിക്കറിയാം ബി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 1 ഈസ് എ സ്കെയിലർ മൾട്ടിപ്പിൾ ഓഫ് അതർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും പാരലലായി. പാരലലാണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് 0 വന്നു. അങ്ങനെ ആൻസർ 0 എന്ന് എഴുതി വയ്ക്കാം. എ എന്ന് പറയുന്നതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ വെക്ടർ കിട്ടും. സോ ബി ഈസ് എ സ്കെയിലർ മൾട്ടിപ്പിൾ ഓഫ് എ. ദീസ് ടു ആർ പാരലൽ. പാരലൽ ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ബിക്കം 0. അതായിരിക്കും എളുപ്പം. യൂണിറ്റ് വെക്ടർ ദാറ്റ് ബൈസെക്ട് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ആംഗിൾ ബൈസെക്ടർ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ലാംഡ എ ക്യാപ് പ്ലസ് ഓർ മൈനസ് ബി ക്യാപ്. അത് എക്സ്റ്റേണൽ ആംഗിൾ ആണോ ഇന്റേണൽ ആംഗിൾ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് വരുന്ന കൺസെപ്റ്റ്. യൂണിറ്റ് വെക്ടർ ആകുമ്പോൾ ലാംഡയ്ക്ക് വാല്യൂ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് എ ക്യാപ്പ്, ഇത് എ, ഇത് ബി. എ ക്യാപ്പ് പ്ലസ് ബി ക്യാപ്പ് നമ്മൾ എടുത്താൽ 2i പ്ലസ് ജെ പ്ലസ് 2k ബൈ 3 മോഡുലസ്. യൂണിറ്റ് വെക്ടർ എടുക്കുന്ന കേട്ടോ. ദിസ് വെക്ടർ വൈറ്റ്സ് മോഡുലസ് റൂട്ട് ഓഫ് 4 പ്ലസ് 1 പ്ലസ് 4 പ്ലസ് ഓർ മൈനസ് i പ്ലസ് 2j മൈനസ് 2k ബൈ 3 ഇൻറ്റു ലാംഡ. യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് ലാംഡയ്ക്ക് പ്രസക്തി ഇല്ല. മാഗ്നിറ്റ്യൂഡിന് വേണ്ടിയാണ് ലാംഡ. അപ്പോൾ ലാംഡ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ 3i ക്യാപ് പ്ലസ് 3j ക്യാപ് ബൈ 3 എന്ന് വരും. ഇതിൻ്റെ പ്ലസ് എടുത്താൽ വിച്ച് ഈസ് i ക്യാപ്പ് പ്ലസ് j ക്യാപ്പ് എന്ന് വരും. ലാംഡ കൺസിഡർ ചെയ്യുന്നില്ല യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട്. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. മാഗ്നിറ്റ്യൂഡ് ഈസ് √2. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ആൻസർ 5th ഓപ്ഷൻ കിട്ടും. അത് മതി. ലാംഡയും പ്ലസ് ഓർ മൈനസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് വെക്ടർ അല്ലേ. ഈ മാഗ്നിറ്റ്യൂഡ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലാംഡ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ തരണമായിരുന്നു. ഇവിടെ അതിൻ്റെ ആവശ്യമേ ഇല്ല. യൂണിറ്റ് വെക്ടറാണ്. ഇപ്പോൾ ലാംഡ എഴുതിയാലും കുഴപ്പമില്ല. അതിവിടെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുമ്പോൾ കട്ടായി പൊക്കോളും. എ ആൻഡ് ബി ബി 2 യൂണിറ്റ് വെക്ടേഴ്സ്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ മൈനസ് ബി ഇസ് എ യൂണിറ്റ് വെക്ടർ. ദെൻ എ മൈനസ് ബി യൂണിറ്റ് വെക്ടർ ആണ്. സോ മോഡ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ മൈനസ് 2a ഡോട്ട് ബി സീക്വൽ ടു 1 തന്നെയായിരിക്കും. മോഡ് എ സ്ക്വയർ 1, മോഡ് ബി സ്ക്വയർ 1 മൈനസ് 2 കോസ് തീറ്റ സീക്വൽ ടു 1. Because mod a mod b is 1. 1 1 cancel. Cos theta is equal to 1 by 2. Theta is equal to 60 അഥവാ pi by 3. First option. Very simple. Next question. A is given, B is given, then a unit vector perpendicular to both A and B is A cross B by mod A cross B. അതിന് പ്ലസ് ഓർ മൈനസ് കൊടുക്കുന്നു. Unit vector perpendicular to both A and B. Unit vector perpendicular to these two vectors. What is A plus B? Is 3i cap plus 3j cap. Correct. What is A minus B? Minus I cap plus j cap minus 4k cap. Find its cross product. I, j, k 3 3 0 minus 1 1 minus 4 I into minus 12. So minus 12 I cap minus j into minus 12. So plus 12 j cap plus k into 3 plus 3, that is 6k cap. Okay. Then 6 is taken common. That is minus 2i cap plus 2j cap plus k cap. Its unit vector divided by 6 into root of 4 plus 1. A cross B by mod A cross B. ഇവിടെ A cross B അല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതിനെ ഞാൻ P എന്ന് വിളിക്കുന്നു. ഇതിനെ Q എന്ന് വിളിച്ചാൽ P ക്രോസ് Q ബൈ മോഡ് P ക്രോസ് Q. ഇവിടെ നമ്മൾ P ക്രോസ് Q കണ്ടു. മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6 കട്ട്. ദാറ്റ് ഈസ് മൈനസ് 2i പ്ലസ് 2j പ്ലസ് k ബൈ 3. പ്ലസ് ഓർ മൈനസ് എടുക്കാം കേട്ടോ. പ്ലസ് ഓർ മൈനസ്
അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? 2i മൈനസ് 2j പ്ലസ് k/3 ഫസ്റ്റ് ഓപ്ഷൻ ആണോ? അല്ല, മൈനസ് കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2i മൈനസ് 2j മൈനസ് k/3 സെക്കൻഡ് ഓപ്ഷൻ ആട്ടോ കിട്ടുന്നത്. പ്ലസ് ഓർ മൈനസ് ഓപ്ഷൻ അവർ കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബി സി ആർ ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എ ബി സി. നമുക്കൊരു ട്രയാങ്കിൾ വരച്ചാൽ എ ബി സി, ബി സി ഇസ് വെക്ടർ എ, ബി സി ഇസ് വെക്ടർ എ, സി എ ഇസ് വെക്ടർ ബി, എ ബി ഇസ് വെക്ടർ സി. ഹിയർ ഇസ് എ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. എ പ്ലസ് ബി പ്ലസ് സി ചെയ്താൽ 0 ആയിരിക്കും. എ ഡോട്ട് ബി കണ്ടുപിടിക്കണം. കംപ്ലീറ്റ് അങ്ങ് ഡോട്ട് ചെയ്തേക്കാം. എല്ലാ ടൈമിനെയും ബി കൊണ്ട് ഡോട്ട് ചെയ്തു. അപ്പോൾ എ ഡോട്ട് ബി പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് സി ഡോട്ട് ബി ഈക്വൽ ടു 0. ഇതിനകത്ത് എന്തെങ്കിലും കാര്യം നമുക്കറിയാമോ? അറിയാലോ. ബി ഡോട്ട് സി -9 തന്നിട്ടുണ്ട്. ബി ഡോട്ട് സി തന്നെയായിരിക്കും സി ഡോട്ട് ബിയും. -9 തന്നിട്ടുണ്ട്. പിന്നെ മോഡ് ബി സ്ക്വയർ അറിയാമോ? എ സി എന്ന് പറയുന്നത് 3 എന്ന് തന്നിട്ടുണ്ട്. എ സി 3 ആണ്. അപ്പോൾ മോഡ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഉദ്ദേശിക്കുന്നത്. മോഡ് ബി 3 ആണ്. സോ അതിൻ്റെ സ്ക്വയർ എടുത്താൽ 9 കിട്ടും. പ്ലസ് എ ഡോട്ട് ബി. അപ്പോൾ ഇത് 9 - 9 0 വരും. സോ എ ഡോട്ട് ബി ഈക്വൽ ടു 0. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ തന്നെ വന്നു. ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0. ഫൈനൽ പൊസിഷൻ തന്നെ എത്തുന്നു. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, വെക്ടർ 2 തന്നിട്ടുണ്ട്. ആർ ദ അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആണെങ്കിൽ ഏരിയ ഈസ് മോഡ് എ ക്രോസ് ബി. ഹാഫ് ഇല്ല. ഡയഗണൽ തരുമ്പോൾ ഹാഫ് ഉണ്ട്. ദെൻ ഐ ജെ കെ -1 1/4 2. അടുത്ത വെക്ടർ 1 1/4 2. Determine the value to u. I into 1/2 minus 1/2. It becomes 0. Minus j into -2 -2. That is plus 4j. Plus k into -1/4 minus 1/4, which is -2/4, which is -1/2. k. ശരിയല്ലേ? Yes. Its magnitude root of 16 plus 1/4 is the magnitude. 16 plus 1/4 is the magnitude. That is root of 65/4. Root of 65/4 or root 65/2. Answer 4th option. Mod A cross B is the area of a parallelogram with adjacent sides are given. If the diagonals are given, we write half into mod. If the triangle with adjacent sides are given, area is half into mod. Cross product. The projection of the vector A is equal to 3i minus j minus 2k. B in തന്നിട്ടുണ്ട്. Projection is A dot B by mod B, which is equal to 3 minus 2 plus 6 by mod b root 1 plus 4 plus 9. That is 7 by root 14. That is ശരിയല്ലേ? 7 root 14 by 14. root 14 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ബൈ 2 വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, root 14/2 ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. root 14/2 ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, താങ്ക് യു.